ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ പോകണു. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് രാവിലെ തന്നെ എല്ലാ പണിയും ഒരുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഓരോരോ പണികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കില്ല. അന്ന് പ്രത്യക്ഷത്തിൽ ഒരു പണിയുമില്ല, അപ്രത്യക്ഷിതമായിട്ടാണ് ഇങ്ങനെ പണികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായയോടെയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ജുനിക്ക് എക്സാമാണ്, ജുനിനെ സ്കൂളിലേക്ക് വിട്ടു. അപ്പോൾ ചോറിൻ്റെ പരിപാടി കയ്യോടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു. അപ്പോൾ തലേന്നത്തെ ചോറ് കുറച്ച് അവിടെ ഉള്ളതുകൊണ്ട് അതും പതപ്പിക്കാനുള്ള വെള്ളം അതിൽ വെച്ചു. അങ്ങനെ ചോറിൻ്റെ മേലെ എന്തായാലും ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലത്തെ ചോറ് വേഗം വെന്ത് കിട്ടും കേട്ടോ. അതുമാത്രമല്ല മേലത്തെ ഇതുപോലെ പതപ്പിക്കാനുള്ള വെള്ളവും തളിച്ചിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റ് അടുപ്പത്ത് വെക്കുമ്പോഴേക്കും അത് പതച്ച് നമുക്ക് വാർക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടിപ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള പണി ഒരുപാട് ചുരുങ്ങി കിട്ടും. ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കായിട്ട് നമുക്ക് പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെയാണ് ഓരോ വീട്ടമ്മമാർ പല കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചോറ് അങ്ങനെയായി, പതപ്പിക്കാനുള്ള ചോറിൻ്റെ അടുപ്പത്ത്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കുറേ ആയി വരാൻ. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നട്ട പച്ചക്കറിയും വാങ്ങിയ പച്ചക്കറിയും പിന്നെ നമുക്ക് കഴിക്കാനുള്ള കുറച്ച് ചിപ്സും പിന്നെ എണ്ണക്കടികളൊക്കെ ആയിട്ട് അങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചായയൊക്കെ വെച്ച് കുടിച്ചങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ ജോനി എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജോനി സ്കൂളിൽ പോയിട്ട് ഞാൻ എന്തൊക്കെയോ പണികൾ ചെയ്തു, പക്ഷെ ഒന്നും കാണാനില്ല. ഓള് സ്കൂളിലെ എക്സാമും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എത്തി. പിന്നെ ഓളൊരു 12 മണിയാകുമ്പോൾ തന്നെ എത്തും കേട്ടോ. അതാണ് പിന്നെ അപ്പോൾ അങ്ങനെ കറി നമുക്ക് അയിലയാണ് ഇന്ന് ഉച്ചക്കത്തെ മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അയില ഞാൻ വിചാരിച്ചു കുറേ ആയി കിട്ടാൻ, അപ്പോൾ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ അരവ് അങ്ങനെ മിക്സിയിൽ വെച്ചു. പിന്നെ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മസ്റ്റായിട്ട് നമ്മുടെ ഈ മീൻ കറിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അതുപോലെ അരക്കിലുന്ന തേങ്ങയിൽ കുറച്ചൊന്ന് ജീരകം, ഉള്ളി കൂട്ടുന്നവരുണ്ട്, പക്ഷെ എനിക്കെന്തോ ഇഷ്ടമല്ല. പച്ചക്കറിയിൽ മാത്രമേ ജീരകം ഉള്ളിയോ കൂട്ടിയിട്ട് അരക്കാറുള്ളൂ. മീൻ കറിയിൽ ജീരകം ഇട്ട് അരച്ച് ഇഞ്ചിയും ആഡ് ചെയ്തിട്ട് നമ്മൾ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറായിരിക്കും കഴിക്കാനായിട്ട്. എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും, പക്ഷേങ്കിൽ അറിയാത്തവരുണ്ടാവുമായിരിക്കും എന്നുള്ളതിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒന്ന് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കും, നല്ല ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ തേങ്ങ അരച്ചുള്ള മീൻ കറി വെക്കുന്നതായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി വിറക് ഉണ്ടായിരുന്നു എടുത്ത് വെക്കാൻ. അപ്പോൾ അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. ആ സമയം ഞാൻ കായ് മുറിച്ചിട്ടാണ്, വീട്ടിലെ കൊല ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കായോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചിട്ട് വറവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ കറിയും കായ് വറവും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉച്ച വരെയുള്ള. പിന്നെ ഒരുപാട് ലോഡ് പാത്രങ്ങളുണ്ട്. പിന്നെ